എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ, വിനീത നമസ്കാരം. 3-ാം ദിവസം എത്തി നിൽക്കുന്ന ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ 3 ദിവസം ജലോത്സവം നടക്കുന്ന ജലത്തിന്റെ തിരകളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തിര നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ഈ ജലോത്സവത്തിന് ഇന്ന് സമാപ്തി കുറിക്കുന്ന ഈ സമ്മേളനം ജല ഉത്സവവും ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചത് വലിയ അഭിമാന നിമിഷമാണ്. കാരണം ഏതാണ്ട് 26 വർഷം മുമ്പ് 1999 ഇവിടെ വന്ന് ഏറെ പ്രിയപ്പെട്ട കാരിച്ചാൽ ചുണ്ടൻ നീറ്റിറക്കുന്നത്, അന്ന് പുതുക്കി പണിത് കുറുപ്പിയേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീറ്റിറക്ക് ചടങ്ങിന് വന്ന് ആ വർഷത്തെ ഓണം തുടങ്ങി 14 വർഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ട്രോഫി കൊണ്ടുപോയത് കാരിച്ചാൽ ചുണ്ടനാണ്. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു ചുണ്ടന് മാത്രം ആശംസ അർപ്പിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും കരുത്തിന് ഞാൻ വിജയം ആശംസിക്കുന്നു, മികവിന് വിജയം ആശംസിക്കുന്നു, പ്രകടന തിളക്കത്തിന് ഞാൻ വിജയം ആശംസിക്കുന്നു. എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടൂറിസം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ് വഴി നിങ്ങൾ കേന്ദ്രത്തെ സമീപിച്ചാൽ, എൻ്റെ മിനിസ്ട്രിയിൽ അത് എത്തുകയാണെങ്കിൽ അനുഭാവപൂർവം പരിഗണിച്ചേ മതിയാവൂ. കാരണം ഇതെന്റെ ജന്മദേശം കൂടിയാണ്. ഇവിടെ ഇരിക്കുന്ന ശ്രീ തോമസ് കെ തോമസിനേക്കാളും രമേശ് ചേട്ടനേക്കാൾ കുറച്ച് എലുമ്പ് എനിക്ക് കൂടുതലായിരിക്കും ആലപ്പുഴ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയ്ക്ക് വേണ്ടിയും ചില അവകാശവാദങ്ങൾ ശക്തമായിട്ട് 2016 മുതൽ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കേരള സർക്കാർ വഴങ്ങണമെന്ന് ഞാൻ പറയത്തില്ല, താല്പര്യപ്പെടണം എന്ന് എനിക്ക് അപേക്ഷിക്കാനേ സാധിക്കൂ. എയിംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എയിംസിനൊക്കെ ആവശ്യത്തിലധികം സ്ഥലം ഇവിടെ അച്യുതാനന്ദൻ സഖാവ് പിടിച്ചു കെട്ടി വെച്ചിട്ടുണ്ട്. അതെടുത്തങ്ങ് പ്രയോഗിച്ചാൽ മതി. നമുക്ക് എയിംസ് ഇവിടെ സാധ്യമാവണം. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, എന്റെ പ്രധാനമന്ത്രി അതിന് വഴങ്ങുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഹൃദയ സാന്നിധ്യം ഞാനിവിടെ അറിയുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിക്കണം. അങ്ങനെ ഒരു എയിംസ് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആലപ്പുഴ എന്ത് കാരണം കൊണ്ട് മുങ്ങിത്താണോ അതിന് ഇരട്ടിയായി കുതിച്ചു പൊന്തുന്ന കാഴ്ച നമുക്ക് കേരളത്തിന് സമ്മാനിക്കാൻ സാധിക്കണം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഒരിക്കൽ കൂടി. സ്നേഹം, നന്ദി, നമസ്കാരം.